ഇന്നൊരു പലാസോ പാൻറ്റാ ചെയ്യുന്നത് കേട്ടോ. 2 മീറ്റർ ക്ലോത്താണ് വേണ്ടത്. അപ്പോൾ ഇത് എനിക്ക് 2.25 മീറ്റർ ഉണ്ട് കേട്ടോ. അത് ചുരിദാർ സെറ്റിൽ കിട്ടിയത്. അപ്പോൾ തുണീനെ നീളം 2ആയിട്ട് മടക്കണം. തുണീനെ തേരുവശം കണ്ടോ, തേരുവശം 2ആയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് 2ആയിട്ട് മടക്കിയിട്ട് ഇരിക്കുക. എന്നിട്ട് നമ്മൾ അങ്ങോട്ട് മടക്കിയിടാം. അപ്പോൾ 1/4 കേട്ടോ. തുണി 4ആക്കി മടക്കും. ഒരു പലാസോ പാനിന് ഇതിനകത്ത് കിട്ടേണ്ട അളവ് 38 ഇഞ്ച്. 38 + 4. അതിൻ്റെ അളവ് 38 + 4. അപ്പോൾ 2 ഇഞ്ച് മുകളിലും 2 ഇഞ്ച് താഴെയുമായിട്ട് വേണം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2 ഇഞ്ച് മുകളിൽ ആദ്യം അങ്ങ് മാർക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, വേണ്ട അളവ് എടുക്കാം. 38 ഇഞ്ച്. 38 ഇഞ്ച് അല്ലേ, എനിക്ക് കറക്റ്റ് താഴേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ അളവിൻ്റെ ലെങ്ത് കറക്റ്റാണ്. ഇനി വേണ്ടത് നമുക്ക് ഫുൾ ലെങ്ത് 38 + 4 ഇഞ്ച്. ഇനി നമുക്ക് വേണ്ടത് ഹിപ്പ് റൗണ്ട്. ഹിപ്പ് റൗണ്ട് എങ്ങനെയാണ് കാണുന്നതെന്ന് പറഞ്ഞില്ലേ. ഹിപ്പ് റൗണ്ട് കാണാൻ നമ്മൾ എന്ത് ചെയ്തേ, ഹിപ്പ് റൗണ്ട് ചുറ്റി റൗണ്ട് എടുത്തതിന് ശേഷം അതിൻ്റെ 4/1 കണ്ട് +3 കൂട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയ അളവ് എത്രയാണ്, 14 ഇഞ്ച്. ഈ പോയിന്റിൽ ആ 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നമ്മളൊരു സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുക കേട്ടോ. സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുക. ആ കൊടുക്കുന്ന പോയിന്റിലാണ് നമ്മൾ എന്ത് ചെയ്യാം, 14 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് കണ്ടോ. ഈ പോയിന്റിൽ നമ്മൾ 14 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇത് ലൂസ് വേണമെങ്കിൽ മതി കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് 1/4 + 2 മതി കേട്ടോ. ഓക്കെ, ഇനി അങ്ങോട്ട് നേരെ താഴേക്ക് കാണുന്നതാണ്. ഇത് ഹിപ്പ് റൗണ്ട് എന്ന് പറയും. ഇങ്ങോട്ട് താഴേക്ക് പോരുന്നതാണ് ക്രോച്ച് ലെങ്ത് എന്ന് പറയുന്നത്. ക്രോച്ച് ലെങ്ത് നമുക്ക് 14 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. ക്രോച്ച് ലെങ്ത് ഇങ്ങോട്ട് പോകുന്ന പോയിന്റാണ് ക്രോച്ച് ഏരിയ. അത് നമുക്ക് 3 ഇഞ്ച്, കിഡ്സിന് 2 എടുത്താൽ മതി കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇതിനെ നമ്മൾ കുഴിച്ച് വരയ്ക്കാതെ ജസ്റ്റ് ഒരു കയറ് കൊടുക്കുക ഈ പോയിന്റിലേക്ക്. ഇനി അടിവണ്ണം വേണ്ടത് ബോർഡർ റൗണ്ട് പലാസോ പാൻ്റ് അല്ലേ. നോർമലി നമുക്കൊരു 10 ഇഞ്ചാണ് പലാസോ. ഇപ്പം ഞാൻ ഇതിനകത്ത് 12 എടുത്തിട്ടുണ്ട് കേട്ടോ. 12 15 നമുക്ക് എടുക്കാം കേട്ടോ. 12 ഇഞ്ച് എടുക്കുക. ഇവിടെ നമ്മൾ 2 ഇഞ്ച് മടക്കി തയ്ക്കാനുള്ള പോയിന്റ് കേട്ടോ. ഇനി ആ പോയിന്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഇങ്ങോട്ട് ശരിച്ച് വരയ്ക്കാം. ഈ പോയിന്റ് നമുക്ക് ഇങ്ങോട്ട് ക്രോസിങ് ആയിട്ട് കൊടുക്കാം, മടക്കി തയ്ക്കാനുള്ള അളവ് കേട്ടോ. ഇപ്പം നമ്മുടെ ഈ പോയിന്റ് കട്ട് ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് കട്ട് ചെയ്യണം. ഇങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ. അതെ, ക്രോച്ച് ലെങ്ത് ഇതുപോലെ കട്ട് ചെയ്യാം. ബോട്ടം റൗണ്ടിലേക്ക് കൊടുക്കാം. ഈ ഭാഗം നമ്മളൊന്ന് ക്രോസ് ആയിട്ട് വരച്ചു കൊടുക്കാം. കട്ട് ചെയ്യാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ക്രോച്ച് ലെങ്ത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ക്രോച്ച് ലെങ്ത് ഇവിടെ വരുമ്പോൾ ഇതുപോലെ കയറുമായിട്ട് ഇങ്ങോട്ട് കേട്ടോ. ഓക്കെ, ഈ പോയിന്റ് ഇവിടെ വരെ വരുമ്പോൾ ക്രോസ് ആയിട്ട് കട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് മടക്കുന്ന അളവ് അറിയാനായിട്ട്. ഓക്കെ, നമ്മുടെ പാൻറ്റിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇതൊക്കെ ഡബിൾ XL സൈസ് ഒക്കെ ഉള്ളവർക്കുള്ളതാട്ടോ.